എങ്ങനെയാണ് ചേട്ടാ? ഇവിടെ ആവറേജ് തന്നെ, കൊല്ലൂല ഇവിടെ. സ്റ്റാഫ് കണ്ടവൻ ചേട്ടൻ പറഞ്ഞ ആവറേജ് ആണ്. ഇവിടെ ആവറേജ് കാണാൻ അത്രേ ഉള്ളൂ. സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? പോയി പടം പോയി. സൂര്യ പെർഫോമൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ ഒന്നുമില്ല, കഥയേ ഇല്ല, ചുമ്മാ അടിയും പാളയോ. നോർമൽ മൂവിയാണ് ബ്രോ. നല്ല ഒരു എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയാണ്. ലാഗ് നോർമലി കാർത്തിക് സുബ്രാജ് ഫിലിംസ് ലാഗ് കാണുമല്ലോ, ആ ഒരു ഇത് എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി. നോർമൽ ആ മൂവി ടൈപ്പാണ്. സൂപ്പർ. ഇത് 100% കാർത്തിക് സുബ്രാജ് സിനിമയാണ്. സൂര്യയുടെ ഒരു തിരിച്ചുവരവ്, അതായത് കുറേ വർഷത്തിന് ശേഷം സൂര്യയുടെ ഒരു തിയേറ്ററിൽ ഹിറ്റായിരിക്കും ഈ സിനിമ എന്നുള്ളത് ഉറപ്പാണ്. ജോജു ജോർജ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ ജയറാമിൻ്റെ ക്യാരക്ടർ ഇതിനു മുമ്പ് വടിവേലിന് വെച്ചിരുന്നതാണ്, ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പൂജ ഹെഡ്ഗെ ആദ്യമായിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. താങ്ക് യു. കുഴപ്പമില്ലെന്ന് പറയാനുള്ളതേ ഉള്ളൂ. സുബ്രാജിൻ്റെ യൂഷ്വൽ മാജിക് ഒന്നും വർക്കൗട്ട് ആയതുപോലെ തോന്നിയില്ല. അങ്ങയുടെ ബെസ്റ്റ് പടം പേട്ട തന്നെയാണ് ഇപ്പോഴും. പക്ഷേ സൂര്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും കൊള്ളാം. ജയറാമിന് നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പടം അത്രയ്ക്കൊരു സൂപ്പറാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എൻ ആവറേജ് ഫിലിം, അത്രയേ ഉള്ളൂ. ജൂജും ഓൾസോ ഗുഡ്, കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ഒന്നുമില്ല. പടത്തിൽ കുറേ ലാഗ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്, ബട്ട് സ്റ്റിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ. സൂര്യ പെർഫോമൻസ് വൈസ് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പടം കിട്ടാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു. നല്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒക്കെ സൂപ്പറായിരുന്നു. സൂര്യ അങ്ങനെ ആക്ടിങ് എല്ലാം കിടിലുമാണ്. എടുത്തൊരു ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. സൂര്യയുടെ ഫൈറ്റും അതെല്ലാം സൂപ്പറായിരുന്നു. ലാഗ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് പിന്നെയും കൊള്ളായിരുന്നു. പടം കൊള്ളാം, പടം നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പടം കൊള്ളാം. അടിപൊളി നന്നായിട്ടുണ്ട്. നല്ല പടം. സൂര്യ അടിപൊളി. വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് അഭിപ്രായമേ ഉള്ളൂ. എടുത്തു പറയാനായിട്ട് കാർത്തിക് സുബ്രാജിൻ്റെ മേക്കിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും കൊള്ളാം. പിന്നെ ആവറേജ് അഭിപ്രായം. സൂര്യ കൊള്ളാം, ടോപ്പാണ്. പടം സൂപ്പറാണ്. പടം സൂപ്പറാണ്. സൂര്യ കംബാക്ക്, ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടം. ലവ് ഫാർ അത് തന്നെയാണ് അതിൻ്റെ മെയിൻ പാക്കേജ്. പൊളിച്ചില്ല, നല്ല റോൾ. ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളി തീർച്ചയായും പറയാം. പടം കൊള്ളാം ബ്രോ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പടം വേറൊരു സ്റ്റോറിയിലോട്ട് പോയി. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടെ അടിപൊളിയാക്കേണ്ടതായിരുന്നു. പടം വേറൊരു സ്റ്റോറിയിലോട്ട് പോയപ്പോൾ അതിലോട്ട് എത്തിപ്പെടാനുള്ള കുറച്ച്. സൂര്യയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു വെറൈറ്റി സൂര്യ കണ്ടു. കുറച്ചുകൂടെ നല്ല രസമുണ്ടായിരുന്നു സൂര്യയുടെ പെർഫോമൻസ്. ഈ ഒരു ലോകേഷിൻ്റെ മറ്റേ പടത്തിന് ശേഷം സിഗരറ്റ് വലിക്കുന്നതും കുടിക്കുന്നതും സീനൊക്കെ വെച്ചിട്ട് ഒരു പൊളി സൂര്യ കാണാം. അടിപൊളി പടം ബ്രോ, സൂപ്പർ പടമാണ്. റിട്രോ എല്ലാം മിക്സഡ് ആണ്. ലവ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. സൂര്യയുടെ കംബാക്കാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആയിരുന്നു. നോ ലാഗ്, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാം. എല്ലാവർക്കും, ഫാമിലിക്കും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പടമാണ്. കാർത്തിക് സുബ്രാജ് എടുത്ത് വെച്ചിരിക്കുന്ന പടം സൂപ്പർ പടമാണ്, എല്ലാവരും പോയി കാണുക. ഫസ്റ്റ് ഹാഫ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിക് സുബ്രാജിൻ്റെ ഫ്രെയിമും പിന്നെ അണ്ണൻ്റെ ഡ്രസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കേട്ടില്ല. എടുത്തു പറയാൻ വേണ്ടി പെർഫോമൻസ്, പൂജ ഹെഡ്ജിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ജോജു ജോർജ്, ജയറാം എല്ലാവരും. ജയറാമേട്ടൻ്റെ സീൻസ് കുറച്ച് വെറുപ്പിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വേറെ അങ്ങനെ വെറുപ്പിക്കലായിട്ടുള്ള ഒരു സീനും ഇല്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ മരണമാസ് ഫൈറ്റ് സീൻ സൂപ്പർ. സൂര്യയുടെ കംബാക്കാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. സൂര്യ വേറെ ലെവല്, വേറെ ഒന്നുമില്ല. സൂര്യയുടെ ഒരു നല്ലൊരു ഫൈറ്റിംഗ്, ഒരു കംബാക്ക്, മരണമാസ്